ഗൈസ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടായാലോ. കുറച്ച് നാളായില്ലേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലാണ് പോകുന്നത്. ഈ ഒരു കുർത്തയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കുർത്തയും കൂടിയാണ് കേട്ടോ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ കുർത്തയാണ്. അടുത്ത് നമ്മൾ ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാമാണ്. ഇത് നമുക്ക് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റായ സ്നെയിലിൻ്റെ സിറമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കട്ടോ. അതാകുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് ലിപ്സ്റ്റിക്ക് പുറത്തൊന്നും പോകാതെ നല്ല ക്ലീൻ ആയിട്ട് ഇടാൻ സഹായിക്കും. ആ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ബ്ലഷ് തീർന്നു പോയിട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി രണ്ട് സൈഡ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് സിറം ഇട്ടിട്ടാണ് ബ്ലെൻഡ് ചെയ്തത്. പക്ഷേ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡായി വേഗം വന്നു കേട്ടോ. പക്ഷേ അപ്പുറത്തെ സൈഡ് കുറേ സമയം നോക്കിയിട്ടാണ് ഒന്ന് ബ്ലെൻഡായി കിട്ടിയത്. പക്ഷേ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഞാനിങ്ങനെ ലിപ്സ്റ്റിക് ബ്ലഷൊക്കെ തീർന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കണ്ണെഴുതുന്നത് വളരെയധികം കുറവാണ്. കാരണം എനിക്ക് ഒട്ടും ചേരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പിന്നെ പേര് ഞാൻ ഇച്ചിരി മസ്കാരാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് വരാം. കാരണം സ്റ്റുഡിയോയിൽ ഇപ്പോൾ സെയിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.